ചില അമ്മായിയമ്മമാർ വന്നിട്ട് നമ്മളുടെ അടുത്ത് ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ, അച്ചോ ആ പെങ്കൊച്ച് കയറി വന്നപ്പോൾ തുടങ്ങി എന്തൊരു വെട്ടമാണ് ഞങ്ങളുടെ വീട്ടിൽ. എന്തൊരു സന്തോഷം നൽകുന്ന കമൻ്റാണെന്ന് ഓർക്കണം. അമ്മായിയമ്മ വന്നിട്ട് മരുമകളെ കുറിച്ച് പറയാണ്, ആ പെങ്കൊച്ച് കയറി വന്നപ്പോൾ തുടങ്ങി എന്തൊരു വെട്ടമാണ് ഞങ്ങളുടെ വീട്ടിൽ. ചില മക്കളെ കുറിച്ച് മാതാപിതാക്കള് ഇങ്ങനെ വെറുതെ ഹൈപ്പ് കൊടുക്കുന്നതല്ല, എന്തൊരു അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ മുൻപിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല, പക്ഷെ എന്തൊരു സ്നേഹത്തോടു കൂടിയാണ് അവൻ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അച്ഛാ, പള്ളിയിൽ ആരും പറയാതെ പോയി മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ മോളെ കണ്ടിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഈ തീരെ ചെറിയ പ്രായത്തിൽ പോലും ഞങ്ങൾ എല്ലാവരെയും വിളിച്ചുകൊണ്ടുവന്നിരിക്കുന്ന മക്കളെ കുറിച്ച് അപ്പനും അമ്മയൊക്കെ പറയുന്നത് കേട്ടു. അഭിമാനം കൊണ്ട് അവരുടെ മുഖം തുടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മരിച്ചുപോയിട്ടും അപ്പനെ അമ്മയെ നെഞ്ചിലേറ്റി നടക്കുന്ന മക്കളുടെ ഓർമ്മകളുണ്ട്. ജീവിച്ചിരിക്കുന്ന അപ്പനെ അമ്മയെയും കുറിച്ച് എല്ലാവരുടെയും മുന്നിൽ കഴിഞ്ഞ ദിവസവും കണ്ടൊരു വീഡിയോ. ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു സെറിമണിയാണ്. അവിടെ അമ്മ വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്. ആ വീൽ ചെയറിൽ നിന്ന് അവൻ താഴെ വന്ന് വീൽ ചെയറിൽ നിന്ന് അമ്മയെ പൊക്കിയെടുത്തുകൊണ്ട് പോയിട്ട് ഈ സർട്ടിഫിക്കറ്റ് അമ്മയെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന രംഗമൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ സ്വയം താഴ്ന്ന മറ്റുള്ളവരെ ഉയർത്താൻ നോക്കുന്ന മനുഷ്യരൊക്കെ എന്തൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കണമെന്നറിയാവോ? അവരെ കർത്താവ് എത്രമാത്രം ഉയർത്തുമെന്നറിയാവോ? ഇങ്ങനെ കുടുംബം ഒരുമിച്ചിരിക്കുന്ന ഈ നേരത്ത് പരസ്പരം ഒന്ന് നോക്കി, പരസ്പരം ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു ചാൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്? നല്ലത് പറയിപ്പിച്ചിട്ടുണ്ടോ അവരെ? എത്രമാത്രം വലിയ സാധ്യതയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ചേർത്ത് പിടിച്ച് ബലം കൊടുക്കാനും ഇങ്ങനെ അഭിമാനം ഉള്ളിൽ നിറയ്ക്കാനും ഒക്കെ ഒരുപാട് സാധ്യതകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചാൻസസ് ഉണ്ടായിരുന്നു. ഇതുവരെയും ഭാരമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പരസ്പരം കൊടുക്കാനായിട്ടില്ലല്ലോ എന്ന സങ്കടത്തോടെ വേണം ഈശോയുടെ മുൻപിൽ ഇരിക്കാൻ. എന്നിട്ട് ജീവിതം ഒന്ന് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കൂടെയുള്ളവർക്ക് ബലമാകാനും അഭിമാനങ്ങളാവാനുമുള്ള നമ്മളുടെ സാധ്യതയെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒന്ന് താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എത്ര സ്വസ്ഥതയുണ്ടാകുമായിരുന്നു, എത്ര ഉയരങ്ങളിലേക്ക് അവർ കയറിപ്പോകുമായിരുന്നു.